ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ടോപ്പ് കണ്ടില്ലേ, ഇത് നമ്മുടെ നൈറ്റി തുണി വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ നാളായി ഉപയോഗിക്കാതെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് തയ്ച്ചിട്ട് ഇടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി സൈസായിട്ട് തോന്നുന്ന കാരണം ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് നമുക്കൊരു അടിപൊളി ആയിട്ടാണ് കേട്ടോ നമ്മൾ തയ്ച്ചെടുക്കാൻ പോണത്. നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ മേൽഭാഗത്തേക്കുള്ള തുണീനെ ആവശ്യമില്ല കേട്ടോ. താഴ്ഭാഗത്തേക്കുള്ള ഒരു തുണി വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ഒരു തയ്ക്കണ ഒരു ഭാഗം ക്ലീൻ ചെയ്തപ്പോൾ കുറേ വെട്ട് പീസുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നമ്മളിന്ന് തയ്ക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിലേക്കൊക്കെ നമ്മൾ ഒരുപാട് വില കൊടുത്തിട്ട് നല്ല നല്ല ചവിട്ടികളൊക്കെ വാങ്ങിക്കുന്നില്ലേ, അതുപോലെ നല്ല ഭംഗിയുള്ള ചവിട്ടി നമുക്കും ഇനി തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പല മോഡലിലും നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള തുണികളൊക്കെ ഇനി ആരും കളയണ്ട കേട്ടോ. അതൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ അതും നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ മേൽഭാഗത്തുള്ള തുണീനെ നമുക്കിനി കട്ട് ചെയ്ത് മാറ്റാം. താഴോട്ടുള്ള തുണിയാണ് കേട്ടോ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. നമ്മൾ ഈ ഒരു ചവിട്ടി തയ്ച്ചെടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഈ ഒരു ടോപ്പ് ഉണ്ടായ കാരണമാണ് ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ കയ്യിൽ വേറെയുള്ള ഏതെങ്കിലും മെറ്റീരിയൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും തയ്ച്ചെടുക്കുക. നമുക്ക് മേൽഭാഗത്തേക്ക് കുറച്ചും കൂടി നല്ലൊരു തുണി വലുപ്പത്തിൽ കിട്ടണം എന്നുള്ളൂ കേട്ടോ. ഉള്ളിലോട്ട് ചെറിയ ചെറിയ പീസ് തുണികളായാലും കുഴപ്പമില്ല നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട്. മേൽഭാഗത്തെ തുണീനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വലിയ സൈസിലുള്ള ചവിട്ടിയാണ് തയ്ച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു തുണീനെ മൊത്തമായിട്ട് എടുക്കാം കേട്ടോ, നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള താഴ്ഭാഗത്തെ തുണീനെ. ഇനിയിപ്പോൾ ഞാനിവിടെ തയ്ച്ചെടുക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വീണ്ടും നടുമടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തുണിയിൽ നിന്ന് 2 ചവിട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു നീളത്തിലുള്ള ചവിട്ടിയാണ് ഞാൻ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മടക്കി വെച്ചതിൻ്റെ ശേഷം നമുക്കതിൻ്റെ സൈഡ് വശങ്ങൾ ഇതുപോലെ ഒന്ന് നേരെ വരച്ചു കൊടുക്കണം. തയ്ച്ച ഭാഗം വരുന്നുണ്ടല്ലോ, അവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ ചുളിവുകളും കുറച്ച് കട്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം കിട്ടും കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതേ 2 ചവിട്ടി തയ്ക്കാനുള്ള തുണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 തയ്ച്ച് കാണിക്കുന്നില്ല, ഒരു ചവിട്ടിയാണ് കേട്ടോ തയ്ച്ച് കാണിക്കുന്നത്. ഇതിൽ നിന്നിട്ട് ഒരു തുണീനെ നമ്മൾ മടക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കൊരു പീസ് തുണി എടുക്കാം കേട്ടോ. അതിലത്തെ മേലത്തെ ആ ഒരു തുണീനെ നമ്മളത് ഇതേപോലെ മാറ്റി വെച്ചിട്ട് താഴ്വശത്ത് ഇതുപോലെ ഒരു തുണീനെ നിർത്തി വെക്കുക. അപ്പം നല്ല വശം ബാക്കിലേക്കും ചീത്ത വശത്താണ് കേട്ടോ നമ്മളിനി തുണി കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ഏത് തുണി വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു തുണി കുറച്ച് വലിയ തുണിയാണേ. അപ്പോൾ അത് നമുക്ക് ഈ ഒരു തുണികൾ ഇട്ട് കൊടുത്തതിന് ശേഷം മേൽഭാഗത്തേക്ക് വെക്കാനായിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ ബാക്കിയുള്ള തുണി കഷ്ണങ്ങൾ നമ്മളത് ഇതേപോലെ ഒന്ന് നീർത്തിയിട്ട് കേട്ടോ, അങ്ങനെ തന്നെ ചുളിച്ച് വെക്കരുത്. വലിയ തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നീർത്തിയിട്ട് വെക്കുക. പിന്നെ ചെറിയ ചെറിയ പീസ് തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനും ഇതേപോലെ ഒന്ന് നീർത്തിയിട്ട് എല്ലാ തുണീനും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത്തിരി വലിയ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിൻ്റെ സൈഡ് വശങ്ങൾ ഇതുപോലെ കേട്ടോ കൂടുതൽ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഒന്ന് സൈഡ് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സൈഡ് തയ്ക്കുമ്പോൾ നമുക്ക് എല്ലാ തുണിയും കൂടി വെച്ചിട്ട് ഒരുമിച്ച് തയ്ച്ചെടുക്കാം കേട്ടോ. അതായത് നമ്മുടെ മെയിനായിട്ടുള്ള തുണിയില്ലേ ടോപ്പിൻ്റെ തുണി, ആ ഒരു തുണിയും കൂടിയും ഇതിൻ്റെ മേൽഭാഗത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ തയ്ച്ചെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് തയ്ച്ചെടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മുടെ ആ ഒരു തുണിയും കൂടി വെച്ച് തയ്ക്കുന്നത്. ഇതുപോലെയുള്ള ചവിട്ടികളൊക്കെ എല്ലാവർക്കും നല്ല എളുപ്പത്തിൽ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒട്ടും തയ്യൽ അറിയാത്തവർക്ക് പോലും ഇത് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അത്ര എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാം. പുറത്തേക്ക് തയ്ച്ച് കൊടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ചുരിദാറും ബ്ലൗസും ഒക്കെ തയ്ച്ച് വന്നാലും ഇതുപോലെയുള്ള പീസ് തുണികളൊക്കെ നമുക്ക് ബാക്കിയായിട്ട് വരാറുണ്ട്. അതൊക്കെ എടുത്തൊരു കവറിലൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസത്തെ തുണികളായാൽ തന്നെ 2-3 ചവിട്ടി തയ്ച്ചെടുക്കാനുള്ള തുണികൾ നമുക്ക് കിട്ടും കേട്ടോ. അതിനായിട്ട് വേറെ തുണിയുടെ ആവശ്യമില്ല. 4 സൈഡും നമ്മൾ തയ്ച്ചെടുത്തതിൻ്റെ ശേഷമേ ഇതുപോലെ മേൽഭാഗത്ത് നിന്നിട്ട് താഴോട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ മുഴുവൻ ഭാഗത്തും. അപ്പോൾ ഒരു 2-3 ഇഞ്ചോ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളിങ്ങനെ തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുക്കുകയെന്നുണ്ടെങ്കിലേ നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ഒരു തുണികളില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതെ കറക്റ്റ് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ തയ്ച്ചെടുക്കുന്നത്. തുണി വെച്ചിട്ട് തയ്ച്ചെടുക്കുന്ന ചവിട്ടികളൊക്കെ ആകുമ്പോഴേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴുകുമല്ലോ. അങ്ങനെ കഴുകുമ്പോൾ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലേ നമ്മുടെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ഒരു തുണികൾ ഒന്നില്ലെങ്കിൽ മുഴുവനായിട്ടും താഴോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലേക്കൊക്കെ നീങ്ങിപ്പോവും. അപ്പം അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മുഴുവനായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ചവിട്ടിയുടെ ഉൾവശത്തൊക്കെ നമ്മൾ മുഴുവനായിട്ട് തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു തുണി ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് ഈ ഒരു ബാക്ക് വശത്തേക്ക് വെച്ചിട്ട് നമുക്ക് 4 സൈഡും ഒന്ന് തയ്ച്ചെടുക്കാം.
ചവിട്ടിയുടെ ബാക്ക് വശത്ത് നമ്മൾ വെച്ച് തയ്ക്കുന്ന ഈ ഒരു തുണിയുടെ കാര്യമാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാതും കൂടി ഒരുമിച്ച് വെച്ചിട്ട് 4 സൈഡ് തയ്ച്ചെടുക്കുക എന്നുള്ള കാര്യം നമ്മുടെ കൂട്ടുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓരോന്നും വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് തയ്ച്ച് കാണിച്ചത്. ഇതുപോലെയുള്ള ചവിട്ടികൾ തയ്ച്ചെടുക്കുമ്പോഴേ മേൽഭാഗത്തേക്ക് വെക്കുന്ന തുണി പരമാവധി കോട്ടൻ്റെ വെക്കാൻ നോക്കാം കേട്ടോ. കോട്ടൻ്റെ തുണിയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ചവിട്ടിയിൽ വന്ന് കാല് തുടയ്ക്കുമ്പോൾ കാലിലൊക്കെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോവാനായിട്ട് നല്ലത്. അപ്പം മറ്റുള്ള തുണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കില്ല. അപ്പോൾ കോട്ടൻ്റെ വെച്ചിട്ട് തയ്ക്കാൻ നോക്കാം കേട്ടോ എല്ലാവരും ചവിട്ടി തയ്ച്ചെടുക്കുമ്പോൾ. ഇനി നമുക്ക് ചെയ്തെടുക്കാനുള്ളതേ ഇതിൻ്റെ 4 സൈഡിലേക്കും തുണികൾ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടാവും. ആ ഒരു തുണീനെയൊക്കെ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ഒപ്പാക്കി എടുക്കലാണ് ഇനി നമുക്ക് ചെയ്തെടുക്കാനുള്ളത്. നമ്മൾ തയ്ച്ചെടുക്കുന്ന ഈ ഒരു ചവിട്ടിയുടെ നീളവും വീതിയും എത്രയാണെന്ന് അറിയണ്ടേ? അപ്പോൾ നീളം വരുന്നത് ഒരു 25.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതായത് 26 ഇഞ്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ വീതി വന്നിട്ട് 14.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ, നമുക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിലും. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു തുണിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ തയ്ച്ചെടുക്കാറ്. അപ്പോൾ എത്ര വലുപ്പമാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചവിട്ടികൾ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. ചവിട്ടിയുടെ 4 അരികുവശവും നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് ഞാൻ വേറൊരു തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചവിട്ടിക്ക് മേച്ചാവുന്ന തരത്തിലുള്ള വേറെ കളർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചവിട്ടി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഒരു 3 ഇഞ്ചോളം വീതി വരുന്ന തുണിയാണ് കേട്ടോ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു തുണി പീസിനെ നമ്മൾ ആദ്യം തന്നെ ചവിട്ടിയുടെ ബാക്ക് വശത്ത് വെച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. അതിനുശേഷം ബാക്കി നിൽക്കുന്ന തുണീനെ ചവിട്ടിയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് മടക്കി വെച്ച് തയ്ക്കുന്നത്. നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു തുണീനെ നടുമടക്കിയിട്ട് 2 മടക്കില്ലേ നമ്മൾ, അതുപോലെ മടക്കിയിട്ട് ബാക്ക് വശത്ത് വെച്ച് തയ്ച്ചെടുത്തിട്ട് ബാക്കി നിൽക്കുന്ന ആ ഒരു തുണീനെ നല്ല വശത്തേക്ക് വെച്ചിട്ട് മറച്ചിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും തയ്ച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഒറ്റ ഭാഗമാണേ തയ്ച്ചിട്ടുള്ളൂ. അതിന് ശേഷമാണ് ഉള്ളിലോട്ട് ഇതുപോലെ എന്നിട്ട് കറക്റ്റാക്കി വെച്ചിട്ട് മടക്കുന്നത്. നമുക്ക് ഏത് രീതിയാണോ എളുപ്പമായിട്ട് ഇതിൻ്റെ സൈഡ് തയ്ച്ചെടുക്കാൻ അറിയണേന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സൈഡ് വശം തയ്ച്ചെടുക്കാം കേട്ടോ. ഒരു സൈഡ് ഭാഗം നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സൈഡ് ഭാഗം കൂടി നമുക്ക് ഇതുപോലെ തന്നെ വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് ഈ ഒരു ചവിട്ടിയുടെ 4 വശവും നമുക്ക് തയ്ച്ചെടുക്കാനുണ്ട്. ഇതേപോലെ തുണി വെച്ച് തയ്ച്ചെടുക്കണേക്കാൾ മുപ്പാട് നമ്മുടെ ചവിട്ടിയുടെ 4 വശവും കറക്റ്റ് ഒപ്പല്ലേന്ന് നോക്കണം കേട്ടോ. കൂടുതലായിട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടെങ്കിലും ഇത്തിരി ചെരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒപ്പം വെച്ചൊന്ന് കട്ട് ചെയ്യുക കേട്ടോ ആ ഒരു ഭാഗം. അതിൻ്റെ ശേഷം ഇതേപോലെ തുണി വെച്ചിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ 2 സൈഡും മുഴുവനായിട്ട് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു ചെറിയ ഭാഗമാണ് കേട്ടോ നമുക്ക് തയ്ക്കാനുള്ളത്. ചെറിയ ഭാഗത്ത് തയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി തുണി കൂടുതൽ ഇട്ടിട്ട് വേണം കേട്ടോ തയ്ച്ചെടുക്കാനായിട്ട്, ഉള്ളിലോട്ട് മടക്കി തയ്ക്കാനായിട്ട്. ചവിട്ടിയുടെ സൈഡ് വശത്ത് നമ്മൾ ഇതുപോലെ വേറെ തുണി വെച്ച് തയ്ച്ചെടുക്കുമ്പോഴേ ചെറുതായിട്ട് ചുളിവുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഏറ്റവും തെറ്റത്തെ ഭാഗത്തേക്ക് നമുക്കതിനെ വലിച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടിയും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ചുളിവിനെ നമുക്കങ്ങനെ മാറ്റിയെടുക്കാം. ഈ ഒരു ഭാഗത്ത് തയ്ച്ചെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് തുണി ഇങ്ങനെ കൂടുതലായിട്ട് വെക്കണം എന്ന് പറഞ്ഞില്ലേ, അപ്പം അത് ഇതേപോലെയാണ് കേട്ടോ പുറത്തേക്ക് ഇങ്ങനെ, അതായത് ഇതിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ തുണി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെക്കുമ്പോൾ കുറച്ചിങ്ങനെ മേലോട്ട് ഇങ്ങനെ കൂടുതലായിട്ട് വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അതിന് ശേഷമാണ് ആ കൂടുതൽ നിൽക്കുന്ന ആ ഒരു തുണീനെ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനുള്ളത്. ഈ ഒരു ഭാഗം തയ്ക്കാൻ തുടങ്ങിയപ്പോഴേ അതിൻ്റെ ഒരു തെറ്റത്ത് കുറച്ച് കൂടുതൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആണ് നമ്മൾ തയ്ച്ചെടുത്തത്. ഇനി ഇത് ഇതേപോലെയാണ് കേട്ടോ ഉള്ളിലോട്ട് ബാക്കി നിൽക്കുന്ന ആ ഒരു തുണീനെ കറക്റ്റ് വെക്കുക. എന്നിട്ട് ഒന്ന് മടക്കേണ്ട ശേഷം ഇതേപോലെ ഒപ്പം വെച്ചിട്ട് മടക്കാം കേട്ടോ. അപ്പം അതിൻ്റെ അവസാനിക്കുന്ന ആ ഒരു ഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുക നമ്മളിതുപോലെ ഉള്ളിലോട്ട് മടക്കിയിട്ട് തയ്ക്കുമ്പോൾ. ഇതേ രീതിയിൽ നമുക്കിതിൻ്റെ ബാക്കിയുള്ള സൈഡുകളും തയ്ച്ചെടുത്തിട്ട് നമ്മുടെ ചവിട്ടി എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ ചവിട്ടിയിലെ ഉൾവശത്ത് നമ്മളിതുപോലെ നേരെ തയ്ച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ സ്ക്വയർ പോലെ ഇല്ലായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് വശത്ത് നിന്നിട്ട് തയ്ച്ചെടുത്തിട്ട് ചെരിഞ്ഞ് ചെരിഞ്ഞ് വരുന്ന പോലെ ആയാലും തയ്ച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ നമുക്ക് ഏതാണ് എളുപ്പമൊന്നും കാണാനും ഭംഗിയെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇതിൻ്റെ മോഡലൊക്കെ ഒന്ന് മാറ്റി നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ചവിട്ടി തയ്ച്ച് കഴിഞ്ഞപ്പോഴേ അത്യാവശ്യം നല്ലൊരു ലുക്കിൽ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചവിട്ടി ആയാലും അത്യാവശ്യം നല്ല കനവും കട്ടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ചവിട്ടിക്ക് കുറച്ചും കൂടി നല്ല കട്ടിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഉള്ളിൽ വെക്കുന്ന ആ ഒരു തുണി ഉണ്ടല്ലോ കുറച്ചും കൂടിയും കൂടുതൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന മെഷീന് തയ്ക്കാൻ പറ്റുന്ന രീതിയിൽ തുണിയിട്ട് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഒരുപാട് കട്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റില്ല, സൂചി ഒടിഞ്ഞിട്ട്. അപ്പോൾ ദേ നമ്മുടെ ചവിട്ടി നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇട്ട് തുണികളൊക്കെ ഒരുപാട് ബാക്കി വരുമ്പോഴേ അവിടെ ഇവിടെ ഒന്നും ഇട്ട് നാശാക്കി കളയാതെ ഇതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു ഐറ്റം തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം നല്ലതല്ലേ. എനിക്ക് ഈ ഒരു ചവിട്ടി തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇതൊരു മോഡൽ ഒരു വട്ടം തയ്ച്ച് നോക്കാം കേട്ടോ. അതായത് ഒരു മെനക്കെടലില്ല കേട്ടോ. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കുറച്ച് നേരം മാത്രം മതി ഇത് തയ്ച്ചെടുക്കാനായിട്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്ന ഈ ഒരു ചവിട്ടി തയ്ച്ചത് നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നതാണ്.